പുതിയ പോലീസ് മേധാവിയെ ഇന്നറിയാം. പ്രത്യേക മന്ത്രിസഭാ യോഗം രാവിലെ. ചുരുക്കപ്പട്ടികയിൽ നിന്ന് റവാഡ ചന്ദ്രശേഖറിന് സാധ്യത. DGP S ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കും. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ സമഗ്ര അന്വേഷണത്തിന് പോലീസ്. പ്രതികളായ ഭവിനെയും അനീഷയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളുടെ വീടുകളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തും. കുഞ്ഞുങ്ങളെ സംസ്കരിച്ച കുഴികൾ തുറന്ന് പരിശോധിക്കും. മൃതദേഹങ്ങളുടെ DNA പരിശോധനകൾക്കായി അസ്ഥികളുടെ സാമ്പിൾ ഇന്ന് അയക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണക്ഷാമമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വെളിപ്പെടുത്തൽ. 4 സമിതിയെ ഇന്ന് അന്വേഷണം ആരംഭിക്കും. സമിതിയിൽ ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ നിർദ്ദേശം. റിലീസ് തടഞ്ഞതോടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും പരിഗണിക്കും. സെൻസർ ബോർഡ് പ്രദർശനാനുമതി തള്ളിയത് രേഖാമൂലം ഹാജരാക്കണം. തിരുവനന്തപുരം സെൻസർ ബോർഡ് ആസ്ഥാനത്തേക്ക് ഇന്ന് സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അതീവ ജാഗ്രത. 17 ജില്ലകളിൽ റെഡ് അലർട്ട്. ഒഡീഷയിലും കനത്ത മഴ തുടരുന്നു. കേരളത്തിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല. ഫിഫ ക്ലബ് ലോകകപ്പിൽ നിന്ന് ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി പുറത്ത്. എതിരില്ലാത്ത 4 ഗോളിന് PSG ഫിഫ ക്ലബ് ലോകകപ്പ് ക്വാർട്ടറിൽ.